അസ്സലാമു അലൈക്കും. ശരീരത്തിലെ വേദന മനുഷ്യജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. ചെറിയ തലവേദന മുതൽ വലിയ രോഗങ്ങൾ വരെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മെ ബാധിക്കാറുണ്ട്. വേദന വന്നാൽ പലപ്പോഴും നമ്മൾ വിഷമിക്കുകയും നിരാശപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് രോഗവും വേദനയും അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നാണ്. അതിലൂടെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യുന്നു. അതേസമയം അള്ളാഹു നമ്മെ ദുആകളും ദിക്റുകളും ചികിത്സയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ദിക്റിലൂടെ മനസ്സിന് സമാധാനവും ശരീരത്തിന് ശിഫയും ലഭിക്കുന്നു. ശരീരത്തിലെ വേദന കുറയാനും ശിഫ ലഭിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച ചില ദിക്റുകളും ദുആകളും ഉണ്ട്. ശരീരത്തിലെ എല്ലാ വേദന മാറാനും കാലുവേദന, കൈവേദന, മുട്ടുവേദന അങ്ങനെ ശരീരത്തിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ വേദനയും മാറാനുള്ള ഒരു ദിക്റാണിത്. നിങ്ങളുടെ ശരീരവേദന മാറാൻ ആദ്യം മുത്തുനബിയുടെ പേരിൽ ഏതെങ്കിലും സ്വലാത്ത് 11 തവണ ചൊല്ലുക. അതിനുശേഷം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് 100 തവണ ചൊല്ലുക. അവസാനം വീണ്ടും 11 സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് വേദനയുള്ള ഭാഗത്ത് മന്ത്രിക്കുക. അതുപോലെ വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുകയും ചെയ്യുക. ഇപ്രകാരം ചെയ്താൽ എല്ലാ ശരീരവേദനയും പെട്ടെന്ന് ശിഫയാകും. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞാൽ പരമകാരുണികനായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്നാണ് അർത്ഥം. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്നത് ഒരു ചെറിയ വാക്കല്ല, മറിച്ച് വലിയ അനുഗ്രഹവും ബർക്കത്തും നിറഞ്ഞ ദിക്റാണ്. വേദനയുള്ള ഭാഗത്ത് കൈവച്ച് ബിസ്മില്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ശിഫ ചോദിക്കുന്നു. അതുകൊണ്ട് ഏത് അസുഖം വന്നാലും വേദന മാറാനും ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലി ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും വേദനകൾ ശിഫയാക്കി തരട്ടെ. ആമീൻ.